ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. അപ്പോൾ ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്. എന്താണെന്നറിയില്ലോ, എനിക്ക് അങ്ങനെ വീഡിയോസ് ഇടാനുള്ള ഒരു മൂഡൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏടത്തിയമ്മ സുഖമില്ലാതെ കുറച്ച് സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഭയങ്കര ഒരു വിഷമം അതിൻ്റെ ഒരു കാരണത്തിൽ. പിന്നെ പിന്നെ യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ ഓരോ മരണ വാർത്തകൾ, പിന്നെ മനസ്സിനെ തന്നെ നമ്മളറിയാതെ കരഞ്ഞു പോകുന്നൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ഇന്നലെ. ഒരു അമ്മനെ മരുമകൾ തള്ളിയിടുന്നൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ശരിക്കും ഞാൻ അറിയാതെ തന്നെ കരഞ്ഞു പോയി ആ ഒരു വീഡിയോ ഒക്കെ കണ്ടപ്പോൾ. കാരണം ആ ഭർത്താവ്, ആ സ്ത്രീ ഒരു അധ്യാപികയാണെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഒരു അധ്യാപിക വീട്ടിൽ ഇങ്ങനെയാണെങ്കിൽ കുട്ടികളോടൊപ്പം എങ്ങനെയായിരിക്കും എന്നാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ. ഫസ്റ്റ് പറഞ്ഞ തെറ്റിപ്പോയി, ക്ഷമിക്കാം. മാതാപിതാ ഗുരു ദൈവം എന്നാണ്. അപ്പോൾ നമ്മുടെ മാതാവ്, അത് ആരായാലും ശരി, ഭർത്താവിൻ്റെ അമ്മയായാലും നമ്മുടെ അമ്മയായാലും അതൊരു അമ്മയാണ്. അതുപോലെ തന്നെ ഈ തള്ളിയിട്ട ആ സ്ത്രീയും ഒരു അമ്മയാണ്. കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ടാണ് ഇത്രയോ പ്രായം, എന്താ പറയുക, പ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നടക്കാൻ പോലും അവധിയില്ലാത്തൊരമ്മ. അപ്പോൾ ആ അമ്മയെ തള്ളി താഴെ ഇടുമ്പോൾ അവളുടെയൊക്കെ മനസ്സ് എന്തായിരിക്കും അല്ലേ. ഞാനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായമായ ഒരു അമ്മനെ നോക്കാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ പണ്ട്. അപ്പം ഞാനായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നോക്കിക്കോളാം ഈ അമ്മനെ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ ചെറിയ കുഞ്ഞു കുട്ടികൾ എങ്ങനെയായിരിക്കും, ബാത്റൂം പോകും, യൂറിൻ പോകും, ഇതൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി കൊടുക്കേണ്ടത്. അതേപോലെ തന്നെയാണ് നമ്മളൊരു പ്രായമായ ഒരു അമ്മനെ നമ്മൾ നോക്കേണ്ടത്. അപ്പം ചില ആളുകൾക്ക് ഓർമ്മ കുറവുണ്ടാവും. അപ്പം ഞാൻ നോക്കാൻ പോയവിടുത്തെ അമ്മയ്ക്ക് ഓർമ്മ കുറവുണ്ടായിരുന്നു. എന്നിട്ടും അമ്മ ചിലപ്പോൾ എന്നെ തല്ലും മുള്ളും ഒക്കെ ചെയ്യും. കുട്ടികളെ പോലെയാണ്, അടികൂടുക, പിണങ്ങുക, അങ്ങനെയൊക്കെയാണ്. പിന്നെ ബാത്റൂം പോകുന്നതൊന്നും ആ അമ്മയ്ക്ക് അറിയില്ല, അങ്ങനെയാണ്. പക്ഷേ നല്ല ബുദ്ധിയാണ് ആ അമ്മയ്ക്ക്. നമുക്ക് എന്തൊരു സംശയം ചോദിച്ചാലും ആ അമ്മ നമുക്ക് പറഞ്ഞു തരാം, അങ്ങനെ കേട്ടോ. എന്തായാലും ആ അമ്മ സ്വർഗത്തിൽ പോയി മരിച്ചിട്ട് കുറച്ച് വർഷങ്ങളായിട്ടോ. അപ്പം ഞാനിങ്ങനെ ഈ സ്ത്രീ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഇന്നലെ തന്നെ പ്രതികരിക്കണം എന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനൊരു എന്താ പറയുക, ഇങ്ങനൊരു അവസ്ഥയായതുകൊണ്ട് വീഡിയോ ചെയ്യാനും പറ്റിയില്ല കേട്ടോ. അപ്പം എന്തായാലും ആ സ്ത്രീയെ ഇത് 1 വർഷം മുന്നേ നടന്നതാണെന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ ഭർത്താവിൻ്റെ കൂട്ടുകാരനാണ് ഈ വീഡിയോ ചെയ്തതെന്നും വീഡിയോ എടുത്തതെന്നും പറഞ്ഞു. ഭർത്താവിനെ പോലും വകവയ്ക്കാത്തൊരു സ്ത്രീയാണെന്ന് അത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ സ്ത്രീകൾ ഈ ലോകത്തുണ്ടെന്നുള്ള കാര്യമൊക്കെ മനസ്സിലായി. എന്തായാലും തക്കതായ ശിക്ഷ അവർക്ക് എന്തായാലും കൊടുക്കണം. ഒരു സ്വന്തം അമ്മനെ പോലും വകവയ്ക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഇവരുടെ ഈ കാട്ടിക്കൂട്ടിലൊക്കെ കാണുമ്പോൾ. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാ വീഡിയോസും അതുപോലെ തന്നെ എല്ലാ ന്യൂസൊക്കെ കാണുന്നുണ്ട്. പ്രതികരിക്കണം, വീഡിയോ ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, എനിക്ക് തൈറോയിഡ് കൂടിയോന്നും എനിക്കറിയില്ല. ശരീരം ഭയങ്കര വേദന, ഭയങ്കര ഒരു എന്താണെന്നറിയില്ല. എനിക്ക് ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ഭയങ്കര ഒരു ഒരു എന്തോ ഒരു ഒരു എന്താ പറയുക, ഞാൻ ഭയങ്കര മൂഡ് ഓഫ് ആവുകയാണ്. പിന്നെ ചേച്ചിക്കും വയ്യാന്ന് പറഞ്ഞപ്പോൾ അതും ഭയങ്കര വിഷമം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണോ ഞാൻ വീഡിയോ ചെയ്യാണ്ടിരിക്കുന്നത്. വീഡിയോ ഒക്കെ കാണുന്നത് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പം എന്തായാലും മാക്സിമം ഞാൻ എന്താ പറയുക, വീഡിയോ ആയിട്ട് മുന്നിലേക്ക് വരാമെന്ന് വിചാരിക്കുന്ന സമയത്തായിരിക്കും എനിക്ക് വീണ്ടും ഇന്ന് എന്താ വീഡിയോ ഇടുക, വേണ്ട എന്നുകൊണ്ട് ഞാൻ അങ്ങനെ സംസാരിക്കാം. അപ്പം എന്താ ഞാൻ പറയുക, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. നാളെ കാണാം. ബൈ.